നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. +1 കാർക്ക് 100% ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് 55 ക്വസ്റ്റ്യൻസ്, 55 ക്വസ്റ്റ്യൻ, എണ്ണം പറഞ്ഞുള്ള 55 ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 3 മാർക്ക് ഉണ്ട്, 4 മാർക്ക് ഉണ്ട്, 5 മാർക്ക് ഉണ്ട്. ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോവുക. ബാക്കിയുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ഞാനൊരു ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാം. ഇത് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ ഉറപ്പിച്ചോളൂ, മാർച്ച് 23 നിങ്ങളുടെ ഫിസിക്സിൻ്റെ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒരു 90% ഈ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചിരിക്കും. സംശയം വേണ്ട. അല്ലെങ്കിൽ മാഷ് ഇവിടെ തന്നെ ഉണ്ട്, ചാനൽ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് വന്ന് കമൻറ്റ് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ബാക്കിയുള്ള ഇതുപോലെ എല്ലാ വിഷയങ്ങളിലും കിട്ടിയിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിന് തുല്യമായിട്ട് നിങ്ങൾ കരുതിക്കൂ. ഉറപ്പിച്ചു. മാഷിനെ ഈ കാര്യത്തിൽ നിങ്ങൾ 4 വർഷമായിട്ട് യൂട്യൂബിൽ എന്തായാലും ഇടുന്ന ക്വസ്റ്റ്യൻസ് ദൈവം സഹായിച്ച് വരുന്നുണ്ട്. പെട്ടെന്ന് ചുമ്മാ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതല്ല, വളരെ കൃത്യമായി, വളരെ പാറ്റേൺ കറക്റ്റാക്കി, വളരെ കഷ്ടപ്പെട്ട് ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നതാണ്. ഇത് ഒന്നും പഠിക്കാത്തവരും ജയിക്കത്തല്ലെന്ന് ഉറപ്പുള്ളവരും കഷ്ടിച്ച് ജയിക്കേണ്ടവർക്കും ആവറേജ് മാർക്ക് മേടിക്കേണ്ടവർക്കും ഫുൾ മാർക്ക് മേടിക്കേണ്ടവർക്കും എല്ലാം ഇത് പൊതുവടി സൂപ്പർ. അന്നേരം കൃത്യമായിട്ട് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റർ, ഏതൊക്കെ ക്വസ്റ്റ്യൻ, എങ്ങനെയൊക്കെ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഈ 55 ക്വസ്റ്റ്യൻസ് പറയാൻ പോകുന്നു. ശ്രദ്ധിച്ചിരിക്കുക. വെയിറ്റ് ആൻഡ് സീ. മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ഒരു പവറുമാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ ഭയങ്കര പ്രചോദനമാണ് കേട്ടോ. അന്നേരം ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ, കേരളത്തിലെ കുട്ടികൾ കാത്തിരുന്നൊരു വീഡിയോ നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊജക്റ്റൈൽ എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ പ്രൊജക്റ്റൈൽ? ഞാൻ ഓരോന്നും പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് വീഡിയോ മാക്സിമം. എന്താണ് പ്രൊജക്റ്റൈൽ എന്ന് പഠിച്ചിരിക്കുക. പ്രൊജക്റ്റൈലിൻ്റെ ഒരു പടമുണ്ട്, യു കോസ് തീറ്റ, യു സൈൻ തീറ്റയൊക്കെയുള്ള പടം പഠിച്ചിരിക്കുക. മാക്സിമം ഹൈറ്റിൻ്റെയും ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെയും ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെയും ഡെറിവേഷൻസ് പഠിച്ചിരിക്കുക. അതിൻ്റെ പ്രോബ്ലംസും ചോദിക്കാം. പ്രോബ്ലംസ് ഓൾസോ. ഇതിൻ്റെ മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. അടുത്ത സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളീസ് തിയറം. ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബെർണോളീസ് തിയറം സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ഫിഗർ വേണം മസ്റ്റായിട്ടും. ബെർണോളീസ് തിയറത്തിന്റെ പ്രൂഫും വേണം. ഓക്കെ, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് ബെർണോളീസ് തിയറത്തിന്റെ പ്രൂഫ്. പിന്നെ അതിന്റെ കൂടുതൽ ഒരു ആപ്ലിക്കേഷൻ പഠിക്കാം. വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് ഓഫ് എ ലിക്വിഡ്. ചില അധ്യാപകർ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇടും, ഇഫ്ലക്സ് ഓഫ് ലിക്വിഡ്. അത് തന്നെയാണ്, അതിനകത്ത് തന്നെ വരുന്നതാണ് ടോറിസെല്ലീസ് തിയറം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നതിനകത്ത് വ്യക്തമാണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളീസ് തിയറം. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആദ്യത്തെ മോഷനെ പ്ലെയിൻ ആണ്. അതിനകത്ത് വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് ഓഫ് എ ലിക്വിഡ്, ടോറിസെല്ലീസ് തിയറോടെ നോക്കുക. അടുത്തത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് ഡെപ്ത്. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കാണ്. ഓൾട്ടിറ്റ്യൂഡ്, വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡും ഡെപ്തും. 4, 5 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ബാങ്കിങ് ഓഫ് റോഡ്സ്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തെയാണ്. ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തെയാണ്. ബാങ്കിങ് ഓഫ് റോഡ്സ്, വി ഈസ് റൂട്ട് ഓഫ് RG tan θ. അതിൻ്റെ മാക്സിമം പെർമിസിബിൾ സ്പീഡ് ചോദിക്കാം. വി മാക്സ് ഈസ് റൂട്ട് ഓഫ് RG tan θ പ്ലസ് മ്യൂ ബൈ 1 മൈനസ് മ്യൂ tan θ. ഡെറിവേഷൻ, അതിൻ്റെയും പ്രോബ്ലംസ് പഠിച്ചുകൊണ്ട് പോകണം. സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. രണ്ടും കൽപ്പിച്ച് പഠിക്കാം. കാരണം ഒരേ ഒരു ലോ, നമ്മൾ ഒറ്റ മോനെന്നൊക്കെ പറയുന്ന പോലെ ആ ഡയമെൻഷൻ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഒരേ ഒരു പ്രിൻസിപ്പിൾ, ഒരേ ഒരു ലോ എന്ന് പറയുന്നതാണ് സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. സ്റ്റേറ്റ് ഹുക്സ് ലോ, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചെറിയ ചാപ്റ്ററിനകത്തെ, ആകെ ചെറിയ ചാപ്റ്റർ ഇത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഒരേ ഒരു ലോ എന്ന് പറയുന്നത് ഹുക്സ് ലോ ആണ്. പഠിച്ചോളുക. 6 ക്വസ്റ്റ്യൻ. ഓപ്പൺ പൈപ്പ്, ക്ലോസ് പൈപ്പ്. വേവ്സിനകത്തെ ഓപ്പൺ പൈപ്പും ക്ലോസ് പൈപ്പും ഫിഗർ വെച്ച് അതിൻ്റെ ഡെറിവേഷൻ കൃത്യമായിട്ട് ഡിറൈവ് ചെയ്ത് പഠിക്കണം. എളുപ്പമാണ്. 1:2:3 എന്നൊക്കെ കിട്ടുന്നത് 1:3:5 ഓപ്പൺ പൈപ്പ്, ക്ലോസ് പൈപ്പ് അങ്ങനെ കിട്ടുന്നതാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഡ്രോ കാർനോട്ട് സൈക്കിൾ. കാർനോട്ട് സൈക്കിളിൻ്റെ പടം വരച്ചിട്ട് അതിൻ്റെ പ്രോസസ്സ് എഴുതുക. തെർമോഡൈനാമിക് പ്രോസസ്സ് ഏതൊക്കെയാണോ അത് കൃത്യമായിട്ട് എഴുതുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ക്വസ്റ്റ്യൻ തെർമോഡൈനാമിക്സിനകത്ത്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ് അല്ലെങ്കിൽ സ്ട്രിംഗ്. അത് വർക്ക് എനർജി പവറിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പൊട്ടൻഷ്യൽ എനർജി ½ kx² എന്ന് പറഞ്ഞ് കിട്ടുന്നതാണ്.
പഠിച്ചിരിക്കണം. ഇലിസ്ട്രേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലെങ്കിൽ ഇലിസ്ട്രേറ്റ് ഫ്രീലി ഫോളിംഗ് ബോഡി. ഒരു ബോൾ തന്നിട്ട് 3 പൊസിഷനകത്തെ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നതാണ്. സിലബസിലുണ്ടത്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. അതും ഈ പറഞ്ഞ പോലെ 3 മാർക്കും 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. യൂസസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ്റെ യൂസസ്, അതിനോടൊപ്പം ലിമിറ്റേഷൻസ് കൂടെ പഠിച്ചേക്കണം കേട്ടോ. ലിമിറ്റേഷൻസ് അന്നേരം തന്നെ ഒരു കംപ്ലീഷൻ വരും. യൂസസ് എന്ന് പറഞ്ഞാൽ ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ, ടു ഡിറൈവ് ദി കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ടു കൺവേർട്ട് എ യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ഇൻ ടു അനദർ. ഇനി ഡയമെൻഷൻസ് മിനിമം ഒരു 20 ഡയമെൻഷൻ, വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ, മൊമെന്റം, ഇമ്പൾസ്, ടോർക്ക്, ഇങ്ങനെയുള്ള 20 ഡയമെൻഷൻ, നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോഴ്സ്, അങ്ങനെയുള്ള ഒരു 20 ഡയമെൻഷൻ നിർബന്ധമായിട്ട് ഒരു ഡയമെൻഷൻ അറിഞ്ഞിരിക്കണം. എന്നാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ലിമിറ്റേഷൻസ് 3 ലിമിറ്റേഷൻസ് പഠിച്ചുകൊണ്ട് പോവുക. ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ അറിയാമെന്ന് പറഞ്ഞ് അഹങ്കരിച്ചിരിക്കരുത്. അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം, ഞങ്ങളെ പഠിപ്പിക്കേണ്ട സാർ, എഴുതി ഒന്ന് നോക്കിയോ, ചിലപ്പോൾ അറിയത്തില്ല, ചിലപ്പോൾ നമ്മൾ പെട്ടുപോകും. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ കൃത്യമായിട്ട് പഠിക്കുക. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഡിസ്കസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്, ഏതൊക്കെ 2 ഫാക്ടേഴ്സ്? 1 ഫോഴ്സും ഇനേർഷ്യയും, 2 മൊമെന്റോ ഇമ്പൾസും. അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് മീൻ ബൈ മൊമെന്റം, വാട്ട് ഈസ് മീൻ ബൈ ഇമ്പൾസ്. ഇതൊക്കെ പഠിച്ചോണം. പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ആണ് മൊമെന്റം, പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം ആണ് ഇമ്പൾസ്. യൂണിറ്റുകളും പഠിച്ചോളുക. വേണ്ട മൊമെന്റം, ഇമ്പൾസ്, ഇമ്പൾസീവ് ഫോഴ്സ്. അടുത്തിലേക്ക് കിടക്കാം. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ദി ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ്. ലോഡഡ് സ്പ്രിങ്ങും പഠിക്കണം, സിമ്പിൾ പെൻഡുലവും പഠിക്കണം. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾ പെൻഡുലം 5 മാർക്കിനും ചോദിച്ചതാണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ, ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ദി ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ആദ്യം പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ് പഠിക്കണം. രണ്ടും വെരി ഇമ്പോർട്ടൻറ്റ്. ഓസിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തെയാണ്. സ്റ്റേറ്റ് പാസ്കൽസ് ലോ, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിനകത്തുള്ളതാണ് പാസ്കൽസ് ലോ. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ലിഫ്റ്റ്, അതിൻ്റെ പ്രൂഫ്, പാസ്കൽസ് ലോയുടെ പ്രൂഫ്. അതായത് എത്ര സൈഡ് എടുത്താലും അവിടുത്തെ എല്ലാം, എത്ര പോയിന്റ് എടുത്താലും അവിടുത്തെ എല്ലാം പ്രഷർ സെയിം ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് തേർഡ് ലോ എന്ന് പറയുന്നത് റീകോയിൽ ഓഫ് എ ഗൺ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ V = -mv/m. ഇതിന്റെ പ്രോബ്ലംസും ചോദിക്കാം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം, അതിന്റെ പ്രൂഫ് ചോദിക്കാം. അതേപോലെ തന്നെ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം, അതും അതിന്റെ പ്രൂഫ് ആംഗുലർ മൊമെന്റത്തിന് ചോദിക്കാം. ആപ്ലിക്കേഷൻ ബാലെ ഡാൻസ് ഉണ്ട്, ഇങ്ങനെ കൈയൊക്കെ വരിച്ച് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതിൻ്റെ ബാലെ ഡാൻസ്, നമ്മുടെ ബാലെ നാടകമല്ല, ബാലെ ഡാൻസർ, കാറ്റിൻ്റെ, സ്വിമ്മറിൻ്റെ ഒക്കെ, ഇതെല്ലാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ആണ്. പഠിച്ചിരിക്കണം, പഠിച്ചുകൊണ്ടേ പോകാവൂ കേട്ടോ. ട്രയാങ്കിൾ ലോ, മോഷൻ പ്ലെയിനകത്ത് ട്രയാങ്കിൾ ലോ, പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ്. പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സിനകത്ത് എടുത്ത് പഠിക്കണം അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും. മാഗ്നിറ്റ്യൂഡാണ് R = √p² + q², √p² + q² + 2pq cos θ. ചിലയിടത്ത് എയും ബിയും ആണെങ്കിൽ √a² + b² + 2ab cos θ. മറ്റേത് tan α = q sin θ / b + q cos θ. ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡും ഡിറൈവ് ചെയ്ത് പഠിക്കണം, അങ്ങനെ തന്നെ പഠിക്കണം. പിന്നെ ഷോ ദാറ്റ് F = ma. F = ന്യൂട്ടന്റെ സെക്കൻഡ് വെച്ച് പ്രൂവ് ചെയ്യുന്നതാണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ പഠിക്കേണ്ടതാണ് ഇമ്പൾസ് = ചേഞ്ച് ഇൻ മൊമെന്റം. ഡിറൈവ് പ്രഷർ എക്സർട്ടഡ് ബൈ എ ഗ്യാസ്. എക്സൈറ്റഡ് ബൈ എ ഗ്യാസ് എന്ന് പറയുന്നത്, പ്രഷർ എക്സൈറ്റഡ് ബൈ എ ഗ്യാസ് എന്ന് പറയുന്നത് നമ്മുടെ ഹീറ്റും തെർമോഡൈനാമിക്സും ആന്റി തിയറിക്കകത്തുള്ളൊരു ഭാഗമാണ്. P = 1/3 mnv² എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, വെരി ഇമ്പോർട്ടൻറ്റ് 3 മാർക്ക് ക്വസ്റ്റ്യൻ. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഷോ S = ut + ½ ഗ്രാഫിക്കലി. പല കുട്ടികളും തെറ്റിക്കുന്നതാണ്. S = ut + ½ എന്ന് പറഞ്ഞാൽ പൊസിഷൻ ടൈം റിലേഷൻ ആണ്. അത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാനാണ്, ഡിറൈവ് ചെയ്യാനല്ല. ഗ്രാഫിക്കലി എന്ത് ചെയ്യണം, അത് ഡിറൈവ് ചെയ്ത് S = ut + ½ എന്ന് എഴുതണം. ഡിറൈവ് ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ V = u + at, S = ut + ½ v² = u² + 2s. ഇതെല്ലാം ഡിറൈവ് ചെയ്ത് പഠിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് തുടങ്ങി പഠിച്ചേക്കണം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, അതിൻ്റെ ഡെറിവേഷൻ വളരെ സിമ്പിളാണ്. S = u² / 2a. ഓക്കെ ഡേ. അടുത്ത 25 ഡിറൈവ് ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റി പറയുന്ന മറ്റൊരു പേരാണ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. അറിഞ്ഞിരിക്കണം. SK വെലോസിറ്റി, ഡിറൈവ് SK വെലോസിറ്റി, അതിനെ പറയുന്ന പേരാണ് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി. രണ്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി. V = r ω.
ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആക്സലറേഷൻ ആൻഡ് ആംഗുലർ ആക്സലറേഷൻ ഇതിൻ്റെയൊക്കെ ഡെറിവേഷൻ ആണ് കേട്ടോ. 2 മാർക്കും 3 മാർക്കും. AEC-യിൽ 6 ആൽഫ. പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്, എക്സാമ്പിൾസ്. എന്താണ് പോസിറ്റീവ് വർക്ക്, എന്താണ് നെഗറ്റീവ് വർക്ക്, എന്താണ് സീറോ വർക്ക്, അതിൻ്റെ എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. വർക്ക് എനർജി പ്രിൻസിപ്പിൾ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വർക്ക് എനർജി പവർ ആണ്, ഇതെല്ലാം വർക്ക് എനർജി പവർ ആണ്. എക്സ്പ്രഷൻ ഫോർ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ, അതായത് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ മോഷന്റെ പ്ലെയിനകത്തെയാണ്. AEC-യിൽ r⍵² എന്ന് പറയുന്ന ഡെറിവേഷൻ ആണ്. ഡെറിവേഷൻ പഠിച്ചിട്ട് പോവുക. 31 വാട്ട് ആർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അങ്ങനെ മോഡലിന് കഴിഞ്ഞോട്ട് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടാണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മുടെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ആക്യുറസി മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് റൂൾസ് ഒന്നും പഠിക്കേണ്ട. ഇപ്പം 0.0000001 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, 1, 1, 2, 3 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 3, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എക്സ്പ്രഷൻ ഫോർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി എർത്ത് 2023 ഇംപ്രൂവ്മെന്റ് വെച്ചാണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി എർത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്ക് ചോദിക്കാം. ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റിന്റെ ഡെറിവേഷൻ 3 മാർക്ക് ചോദിക്കാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അതിനകത്ത് തന്നെ പഠിക്കേണ്ടതാണ് കൈനറ്റിക് എനർജി ഓഫ് എ റിജിഡ് ബോഡി. സാധാരണ കൈനറ്റിക് എനർജി അല്ല, 12I⍵² കിട്ടുന്നതാണ്. റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം, റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ ആക്സലറേഷൻ, ആംഗുലർ മൊമെന്റം, റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ ആക്സലറേഷൻ, റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം. 2 റിലേഷൻ പഠിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഇത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ലീനിയർ മോഷനകത്ത് നമ്മൾ ഫോഴ്സ് എന്നാണ് പറയുന്നതെങ്കിൽ റൊട്ടേഷണൽ മോഷനകത്ത് ടോർക്കാണ്. ലീനിയർ മോഷനകത്ത് മാസ് എന്നാണ് പറയുന്നതെങ്കിൽ റൊട്ടേഷണൽ മോഷനകത്ത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓർത്തോണം, ലീനിയർ മോഷനകത്ത് ഫോഴ്സ് ആണെങ്കിൽ റൊട്ടേഷണൽ മോഷനകത്ത് ടോർക്ക്, ലീനിയർ മോഷനകത്ത് മാസ് ആണെങ്കിൽ റൊട്ടേഷണൽ മോഷനകത്ത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 36 ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. നമ്മൾ സിമ്പിളായിട്ട് എഴുതുന്നത് നിങ്ങൾക്ക് അറിയാം. എവറി ബോഡി അട്രാക്ട്സ് every particle attracts every other particle with a force that is directly proportional to the product of their masses and inversely proportional to the square of the distance between them. ഇക്വേഷൻ അങ്ങ് ഡിറൈവ് ചെയ്തേക്കണം. F is proportional to m1 m2 by r². F is equal to g into m1 m2 by r², where g is called gravitational constant. ഓർത്തിരിക്കണം കേട്ടോ. അന്നേരം അത് പഠിക്കണം. മാസ് ആൻഡ് ഡെൻസിറ്റി ഓഫ് ദി എർത്ത്. മാസും ഡെൻസിറ്റിയും എർത്തിൻ്റെ വളരെ സിമ്പിളാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇക്വേഷൻ G is equal to gm/r² വെച്ചാണ് മാസും ഡെൻസിറ്റിയും കണ്ടുപിടിക്കുന്നത്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫുകളെല്ലാം മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനകത്താണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. സ്ട്രെസ്സും സ്ട്രെയിനും വരുന്ന ഗ്രാഫുകളെല്ലാം നോക്കിക്കൊണ്ട് പോവുക. അതിനകത്തെ നമ്മൾ ലിമിറ്റ് വെച്ച് പറയുന്നത് ഇലാസ്റ്റിക് ലിമിറ്റ്, ഈൽഡ് പോയിന്റ്, പിന്നെ അൾട്ടിമേറ്റ് സ്ട്രെസ്, ബ്രേക്കിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ഫ്രാക്ചർ പോയിന്റ്, അങ്ങനെ വരുന്ന ആ പോയിന്റുകളുള്ള ഗ്രാഫും നിർബന്ധമായിട്ട് നോക്കുക. പിന്നെ ലോസ് ഓഫ് മോഷൻ ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ, ലൂബ്രിക്കൻസ്. ഈ ലൂബ്രിക്കൻസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ വൈ. ഫ്രിക്ഷന് നെസസറി ഈവിൾ വൈ എന്ന് പറയാനുള്ള കാരണം ഫ്രിക്ഷന് അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എഴുതുക. ഉത്തരവായി. 41 ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി ക്യാപിലാരിറ്റി. ടെർമിനൽ വെലോസിറ്റിയുടെയും ക്യാപിലാരിറ്റി VT = 2/9r² dg/η. ക്യാപിലാരിറ്റിയുടെയും ഡെറിവേഷൻ കണ്ടുപിടിക്കുക. H = 2s cos θ/r⍴g. ഡിറൈവ് ചെയ്ത് പിടിക്കുക. 42 സ്ട്രീം ലൈൻ ഫ്ലോ. ഫ്ലോ എന്താണെന്ന് പഠിക്കുക. സ്ട്രീം ലൈൻ ഫ്ലോ, ടെർമിനൽ ഫ്ലോ, റെയ്നോൾഡ്സ് നമ്പർ, ഇതെല്ലാം ഒരുമിച്ച് എടുക്കുന്ന വലിയ സംഭവങ്ങളൊന്നും അല്ല. ക്രിട്ടിക്കൽ വെലോസിറ്റി അതിൻ്റെ കൂട്ടത്തിൽ ഈ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി A1 V1 = A2 V2 = a കോൺസ്റ്റന്റ്. അടുത്ത സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫാരൻഹീറ്റും സെൽഷ്യസും കെൽവിനുമാണ്. 3 പഠിക്കുക. അത് തമ്മിലുള്ള റിലേഷൻ പഠിക്കുക. C/100 = F - 32/180 = K - 273/100. അന്നേരം ഇത് പഠിക്കുക. അതുപോലെ ടെമ്പറേച്ചർ അളക്കാനുള്ള ഇൻസ്ട്രുമെന്റ് പറയുന്ന പേര് തെർമോമീറ്റർ. ഹീറ്റ് അളക്കുന്ന ഇൻസ്ട്രുമെന്റ് പറയുന്ന പേര് കലോറിമീറ്റർ. അടുത്ത എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ബൈ ഐസോതെർമൽ ആൻഡ് അഡയബാറ്റിക് പ്രോസസ്. നമ്മുടെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിനകത്തുള്ളതാണ്. ഐസോതെർമലിൻ്റെ അഡയബാറ്റിക്കിൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. അടുത്ത ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ലോ ഓഫ് ഈക്വിപാർട്ടീഷൻ ഓഫ് എനർജി E = ½ kBT എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യം കിട്ടിയതിനെ കുറിച്ചൊന്നും അല്ല. 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ ഒക്കെ വെച്ച് പറയുന്നതാണ് കേട്ടോ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ 1947 സ്വാതന്ത്ര്യം കിട്ടിയതിനെ കുറിച്ചൊന്നും വെച്ച് അനത്തരുത്. ഗാന്ധി ഞങ്ങളെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് അനത്തരുത്. ഇത് നന്നായിട്ട് ബന്ധമേ ഇല്ല കേട്ടോ.
പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഫ്രീ പാത്ത്, മീൻ ഫ്രീ പാത്ത്, അതിൻ്റെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഡെറിവേഷൻ, ഫ്രീ പാത്ത്, മീൻ ഫ്രീ പാത്ത്, പോസ്റ്റുലേറ്റ്സ്, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. 45. 10 മോർ. ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡൽ വേവും ഡിഫറൻസ് പഠിക്കുക. സ്റ്റാൻഡിംഗ് വേവ്സ്, സ്റ്റേഷനറി വേവ്സ്, സ്റ്റേഷനറി വേവ്സ് അതിൻ്റെ ഡെറിവേഷൻ പഠിക്കണം കേട്ടോ. പ്രോഗ്രസീവ് വേവിൻ്റെ ഡെറിവേഷൻ പഠിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒരു സാധനോട് പഠിക്കണം. ന്യൂട്ടൻ്റെ അടുത്ത് തെറ്റ് പറ്റിയപ്പോൾ അത് കറക്റ്റ് ചെയ്ത് നമ്മൾ പുള്ളിയെ മറക്കരുത്. ലാപ്ലേസ് കറക്ഷൻ ഇതുകൂടെ പഠിച്ചുകൊണ്ട് നോക്കണം. ലാപ്ലേസ് കറക്ഷൻ കേട്ടോ. അടുത്ത ലോസ് ഓഫ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ഇൻ എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ്. അവിടെ ലാപ്ലേസ് കറക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഓക്കെ ആയി. ലോസ് ഓഫ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ആ വേവ്സിനകത്ത് ഒരേ ഒരു ലോയേ ഉള്ളൂ. ന്യൂ ഈസിക്കൽ 1/2L × √T/m. അത് വെച്ചുള്ള ാണ്. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ അതിൻ്റെ ഗ്രാഫ് ഉപയോഗിച്ച് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീറോ വെക്ടർ പ്രോപ്പർട്ടീസ് എക്സാമ്പിൾ. ഡോട്ട് പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റ് വെച്ചുള്ള പ്രോബ്ലംസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മോഷൻ്റെ പ്ലെയിൻ ആണ് ഇതെല്ലാം. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് ഗുളികയൊന്നും അല്ല. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയുന്നത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിനകത്തൊരു പോർഷനാണ്. 3 വെസൽസ് എടുക്കുക, 3 വെസൽസിനകത്ത് വെള്ളം നിറയ്ക്കുക. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വാട്ടർ ലെവൽ സെയിം ആയിരിക്കും, താഴെ പ്രഷർ സെയിം ആയിരിക്കും. അതിനെ പറയുന്ന പേരാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് കേട്ടോ. 51. ഗ്രാഫ് റിലേറ്റിംഗ് ടോട്ടൽ എനർജി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഫ്രീലി ഫോളിംഗ് ബോഡി അതായത് പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി വന്നിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രാഫൊക്കെ വരുന്നത്. ഇങ്ങനെ ഒരു ഗ്രാഫൊക്കെ വന്ന് അതിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് ടോട്ടൽ എനർജി, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്നൊക്കെ വരുന്ന ഗ്രാഫ്, തിരിച്ച് ഇങ്ങനെ ഡോട്ടഡ് വരുന്ന ഗ്രാഫ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും. പിന്നെ ഇലാസ്റ്റിക് കൊളീഷൻ 1 ഡയമെൻഷൻ. മോഷൻ ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ് അതായത് ബോഡി മുകളിലോട്ട് അപ്വേർഡ്സ്, ഡൗൺവേർഡ്സ്, സ്റ്റേഷനറി, ഫ്രീലി ഫോളിംഗ് ബോഡി. ആ 4 കേസ് നോക്കുക. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൂവ്മെന്റ് ബേസ്ഡ് ഓൺ ന്യൂട്ടൺ സെക്കൻഡ് ലോ മാത്രം അതിന്റെ പ്രൂഫ് നോക്കുക. ഡിഡക്ഷൻ ഓഫ് ന്യൂട്ടൺ ലോസ്, ഡിഡക്ഷൻ ഓഫ് ഫസ്റ്റ് ലോ ഫ്രം സെക്കൻഡ് ലോ, ഡിഡക്ഷൻ ഓഫ് തേർഡ് ലോ ഫ്രം സെക്കൻഡ് ലോ. സെക്കൻഡ് ലോയിൽ നിന്ന് തേർഡ് ലോയും സെക്കൻഡ് ലോയിൽ നിന്ന് ഫസ്റ്റ് ലോയും ഡിഡ്യൂസ് ചെയ്യുന്നത് ഓർത്തിരിക്കുക. ഈ 55 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. ഉറപ്പിച്ചോ മാർച്ച് 23 പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് 90% ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കും. ഈ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്താണ് എന്തൊക്കെ എവിടൊക്കെ എങ്ങനെയൊക്കെ പഠിക്കണമെന്ന് വ്യക്തമായിട്ട് പറയുന്ന വീഡിയോ ആണ്. മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസ്, വേറെ കമൻസ്, ഒരു കമൻറ്റ് ഇടുന്നതിന് എന്തും അടയപ്പെടും. ഒരു കമൻറ്റ് ഇടുന്നതിന് കമൻറ്റ് ലൈക്കൊക്കെ അടിച്ചങ്ങ് പോകണം കേട്ടോ. നല്ല മാഷൊക്കെ പവറായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളും പവറായിട്ട് നിൽക്കണം. ഇപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സ് പവറായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മളും പവറാകും. അന്നേരം അടിപൊളിയായിട്ട് പഠിക്കണം, തകർത്ത് പഠിക്കണം. അതുകൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ട് നോക്കി ഒരു ദിവസം 10 ക്വസ്റ്റ്യൻ പഠിച്ചാൽ 5 ദിവസം കൊണ്ട് 5-6 ദിവസം കൊണ്ട് തീരും. അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട്, ഇനി എങ്ങനെ പഠിച്ചാലും ഒരാഴ്ച കൊണ്ടൊക്കെ നിങ്ങൾക്ക് പഠിച്ച് തീർക്കണം. നന്നായിട്ട് പഠിക്കണം മക്കളെ. നല്ല മാർക്ക് കിട്ടട്ടെ. അടുത്ത വീഡിയോസായിട്ട് വരുന്നവരെ പാക്കലാം. നെവർ എവർ ഗിവ് അപ്പ്.